قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം കാമിലായ ഈമാനോടുകൂടി ലോകത്തു നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഇസ്ലാമിൻ്റെ ഫണ്ടമെൻ്റൽ ടീച്ചിങ്സ് അഥവാ അടിസ്ഥാന അധ്യാപനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ദൈവബോധ്യവും മറ്റൊന്ന് പരലോകബോധ്യവുമാണ്. വിശ്വാസം എന്ന് നമ്മൾ ബോധപൂർവം പറയാത്തതാണ്. കാരണം കേവലം ഒരു വിശ്വാസമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറം ഈമാൻ എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, പാരമ്പര്യമായി ലഭിക്കുന്ന ഒന്നല്ല ഈമാൻ. പാരമ്പര്യമായിട്ട് ആർക്കും ഈമാനൊന്നും ലഭ്യമല്ല. അപ്പം അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത്, പക്ഷെ നമ്മൾ വിശ്വാസത്തെ കാണുന്നത് പാരമ്പര്യമായി ലഭിക്കുന്നതായിട്ടാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇസ്ലാമിലെ അടിസ്ഥാന അധ്യാപനം എന്ന് പറഞ്ഞാൽ ഒന്ന് കൺവിക്ഷൻ ഓഫ് ഗോഡ്, അള്ളാഹുവിലുള്ള ബോധ്യം. രണ്ടാമത്തേത് കൺവിക്ഷൻ ഓഫ് ദ ഹിയർ ആഫ്റ്റർ അഥവാ പരലോകത്തിലുള്ള ബോധ്യം. ഈ രണ്ട് സത്യബോധ്യങ്ങളാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും നിർണയിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഇസ്ലാം അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അയാളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ജീവിതത്തിൻ്റെ സർവമണ്ഡലങ്ങളിലും ദൈവികമായ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടുള്ള സത്യശുദ്ധമായ ഒരു ജീവിതമാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഖുർആൻ അതിനെ അംഗീകരിക്കുന്ന ആളുകളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം. അതിൻ്റെ മലയാള ഭാഷ്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജീവിതത്തിന് ഒരാളെ പ്രേരിപ്പിക്കണമെങ്കിൽ വളരെ കൃത്യമായ ദൈവബോധ്യവും പരലോകബോധ്യവും ഉണ്ടാകണം. പ്രത്യേകിച്ച് തൻ്റെ മരണാനന്തരം മറ്റൊരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിൽ വളരെ സമഗ്രവും സൂക്ഷ്മവുമായ വിചാരണക്ക് തൻ്റെ ഭൗതിക ജീവിതം വിധേയമാകും എന്ന ഒരു വിചാരം ഉണ്ടെങ്കിൽ മാത്രമാണ് അയാളുടെ ജീവിതം ആ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഇസ്ലാമിലെ ഡിവോഷണൽ പ്രാക്ടീസ് മുതൽ അഥവാ ആരാധനാ കർമ്മങ്ങൾ മുതൽ ബിസിനസ് പ്രാക്ടീസ് വരെ, അഥവാ ദൈനംദിനം നമ്മൾ നടത്തുന്ന ഇടപാടുകൾ, ബിസിനസ്, കച്ചവടം അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഈ സത്യത്തെ മുൻനിർത്തിയാണ് വിശുദ്ധ ഖുർആൻ പ്രസന്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരധ്യായം തുടങ്ങുന്നത് തന്നെ വൈലുൽ ലിൽ മുത്തഫിഫീൻ, 83-ാം അധ്യായം സൂറത്തുൽ മുത്തഫിഫീൻ തുടങ്ങുന്നത് തന്നെ വൈലുൽ ലിൽ മുത്തഫിഫീൻ, കള്ള ബിസിനസ്സുകാർക്കാണ് സർവനാശവും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലദീന ഇദക്കാലു അലന്നാസി യസ്തൗഫൂൻ വൈദാ കാലൂഹും അവ്വസനൂഹും യുഖ്സിറൂൻ. അവർ ആളുകളിൽ നിന്ന് അളന്നെടുക്കുമ്പോൾ വളരെ കൃത്യമായി അളന്നെടുക്കുകയും ആളുകൾക്ക് കച്ചവടം ചെയ്യുമ്പോൾ
അളവിലും തൂക്കത്തിലും അവർ കൃത്രിമം കാണിക്കുകയും ചെയ്യുന്നു. ഇത് പറഞ്ഞു വെച്ചതിന് ശേഷം അള്ളാഹു പറയുന്നത്, മഹത്തായ ഒരു ദിനത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് അവർ ആലോചിക്കുന്നില്ലേ എന്നാണ്. മഹത്തായ ഒരു ദിനത്തിൽ അള്ളാഹുവിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന, അവന്റെ വിചാരണക്ക് വിധേയമാക്കേണ്ടി വരുന്ന ഒരു ദിനത്തെക്കുറിച്ച് അവർ ആലോചിക്കുന്നില്ലേ? യൗമ യഖൂമുൻ നാസു റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ മുൻപിൽ അന്നാളിൽ എല്ലാവരെയും നിർത്തും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. 100-ാം അധ്യായം സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ. അഥവാ മനുഷ്യൻ അങ്ങേയറ്റം നന്ദി കെട്ടവനാണ് തന്റെ നാഥനോട്. അതിന് അവൻ തന്നെ സാക്ഷിയാണ്, അവൻ തന്നെ വിറ്റ്നസ്സാണ്. അതിന് എന്താണ് അവൻ തന്നെ വിറ്റ്നസ് ആകുന്നതിന് കാരണം? അവൻ ഈ ദുനിയാവിനോട് വല്ലാത്ത ഹുബ്ബാണ്. വെറും ഹുബ്ബാണ് എന്നല്ല, ശക്തിയേറിയ ഹുബ്ബാണ്, അതിരില്ലാത്ത ഹുബ്ബാണ് അവൻ ഈ ദുനിയാവിനോടുള്ളത്. എന്നിട്ട് അല്ലാഹ് പിന്നെ ചോദിക്കുന്നത്, അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ, ഖബറുകളിൽ ഉള്ളതെന്തും പുറത്തെടുക്കപ്പെടുകയും വഹുസ്സില മാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിട്ടുള്ളത് മുഴുവൻ വലിച്ചു പുറത്തേക്കിടുകയും ചെയ്യുന്ന ആ ദിനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അവർക്കറിയില്ലേ എന്നാണ്. അല്ലാഹുവിൽ എല്ലാം അല്ലാഹു സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്തുകൊണ്ട് കൈകാര്യം ചെയ്യുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുകയാണ്. അവിടെയും അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത് അതാണ്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, അള്ളാഹുവിന്റെ മുൻപിൽ ചെന്ന് നിൽക്കേണ്ടി വരും എന്ന വിചാരത്തോടുകൂടി ശരീരത്തിന്റെ ഇച്ഛയിൽ നിന്ന്, മോഹങ്ങളിൽ നിന്ന് തന്നെ നിയന്ത്രിക്കുന്നവനാരോ അവന്റെ അടുത്തേക്കാണ് സ്വർഗത്തെ അടുപ്പിക്കുക എന്ന് അള്ളാഹു വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത്, വിശുദ്ധ ഖുർആനിലെ എല്ലാ സംഗതികളെയും ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അള്ളാഹ് പ്രസന്റ് ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഈ ഒരു വിചാരം ഉണ്ടെങ്കിലാണ് മനുഷ്യൻ ഈ പറഞ്ഞതൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് ഇത് വിശുദ്ധ ഖുർആൻ വരികളിലും വരികൾക്കിടയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇത് ഓർക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്, പരലോകത്തെക്കുറിച്ച് ഓർക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഓർമ്മ നമ്മിൽ എത്രമാത്രം ദുർബലമാകുന്നുവോ അത്രയും നമ്മുടെ ജീവിതത്തിലെ സൂക്ഷ്മത ദുർബലമാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ ഓർമ്മ നിലനിർത്താൻ എന്താണ് കഴിയുക എന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. അതിന് ചില മാർഗങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമത്തേത്, നമ്മൾ പരലോകത്തെക്കുറിച്ച് സ്വയം ഒന്ന് ആലോചിക്കുക. ഒരു സെൽഫ് തിങ്കിങ് പരലോകത്തെക്കുറിച്ച് നമ്മൾ നടത്തണം. ഒറ്റയ്ക്കിരുന്ന് ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പരലോകം എന്ന് പറയുന്ന ഒരു വിചാരണാ ലോകം, ആ ലോകത്തെക്കുറിച്ച് നമ്മൾ ശാന്തമായി നമ്മൾ സ്വയം ഒറ്റയ്ക്കിരുന്ന് ഇടയ്ക്കിടെ നമ്മളൊന്ന് ആലോചിക്കണം. രണ്ടാമത്തേത്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർത്ഥബോധമുള്ള ഖുർആൻ വായന. ഇന്ന ഹാദിഹിൽ ഖുലൂബ് തസ്ദൗ കമാ യസ്ദൗൽ ഹദീസ് ഇദാ അസാബഹുൽ മാ ഖില യാ റസൂലല്ലാഹ് വമാ ജിലാഹുവ കസറത്തു ദിക്റിൽ മൗതി വ തിലാവത്തുൽ ഖുർആൻ. ഈ ഹദീസിന്റെ സിഹത്തിനെ കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഉള്ളടക്കം വിശുദ്ധ ഖുർആനിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുലൂബ് തസ്ദൗ കമാ യസ്ദൗൽ ഹദീദ് ഇദാ അസാബഹുൽ മാ. വെള്ളത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം തുരുമ്പ് പിടിക്കും. ഖില യാ റസൂലല്ലാഹ്, അനുയായികൾ ചോദിച്ചു, എന്താണ് റസൂലേ, വമാ ജിലാഹുവ, എങ്ങനെയാണ് തുരുമ്പ് മാറ്റുന്നത്? അല്ലാഹുവിൻ്റെ റസൂൽ അതിന് പറഞ്ഞ മറുപടി, കസറത്തു ദിക്റിൽ മൗതി വ തിലാവത്തുൽ ഖുർആൻ. മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി സ്മരിക്കണം. ഒപ്പം തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതണമെന്നല്ല, അർത്ഥബോധത്തോടെ നിങ്ങൾ ഖുർആൻ വായിക്കണം. അർത്ഥബോധത്തോടെ ഖുർആൻ വായിച്ചാലാണ് ഈ ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ. അതാണ് ഒരു മാർഗം. മറ്റൊരു മാർഗം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ. ഞാൻ നിങ്ങൾക്ക് ഖബർ സിയാറത്ത് നിരോധിച്ചിരുന്നു. ഞാൻ നിങ്ങൾക്ക്. ഫസൂറുഹ, ഇനി മുതൽ നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോളൂ. ഫഇന്നഹാ തുദക്കിറു ബിൽ ആഖിറ ഫഇന്നഹാ തുദക്കിറു ബിൽ മൗത്ത്.
അത് നിങ്ങൾക്ക് പരലോകത്തെക്കുറിച്ചുള്ള വിചാരമുണ്ടാക്കും, വിചാരണാലോകത്തെക്കുറിച്ചുള്ള വിചാരമുണ്ടാക്കും. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കും എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഖബർ സിയാറത്ത് എന്ന് പറയുന്നത് വളരെ നമ്മൾ കാര്യങ്ങളെ കർമ്മശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തിലൂടെ അല്ല നോക്കേണ്ടത്. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഇസ്ലാമിലെ കാര്യങ്ങളെ കർമ്മശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ അല്ല നോക്കേണ്ടത്. അതൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് പണ്ഡിതന്മാർ ഉണ്ടാക്കി വെച്ചതാണ്. നമ്മൾ അതിനപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഇസ്ലാമിലെ കാര്യങ്ങളെ നോക്കിക്കാണേണ്ടത്. ഖബർ സിയാറത്ത് നമ്മുടെ മുമ്പിൽ വെറും ഒരു സുന്നത്ത് മാത്രമാണ്. പക്ഷെ അതിനപ്പുറത്തുള്ള ആഴവും പരപ്പും ഖബർ സിയാറത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖബർ സിയാറത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിന്ന് അന്യവൽക്കരിക്കപ്പെട്ടു, അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. മുസ്ലിം സമൂഹത്തിൽ ഖബർ സിയാറത്ത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ആളുകളെല്ലാവരും ബിസിനസിൻ്റെ ഭാഗമായി സ്വന്തം വീടിരിക്കുന്നതിൻ്റെ പരിസരത്തും ടൗണുകളിലേക്കൊക്കെ പോകുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ നാട്ടിലെ മഹല്ല്, ഖബർസ്ഥാനുള്ള മഹല്ല് പള്ളികളിലേക്ക് പലപ്പോഴും ഖബർ സിയാറത്തിന് അവർക്ക് എത്താൻ പറ്റില്ല. പക്ഷെ അവർ മറ്റൊരു ദിവസം ഖബർ സിയാറത്തിനായിട്ട് വേണ്ടി പോവുകയുമില്ല. അതുകൊണ്ട് ഖബർ സിയാറത്ത് നടക്കാറില്ല. മറ്റൊരു കൂട്ടർ പുരോഗമനപരമായി ചിന്തിക്കുകയും പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അഥവാ ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് പോലുള്ള പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവർ തിരിയുന്ന ഭാഷയിലുള്ള ഖുത്ബ കേൾക്കാനും അതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉള്ള ഒരാഗ്രഹത്തിൻ്റെ പേരിൽ മലയാളം ഖുത്ബകൾ നിർവഹിക്കുന്ന പള്ളികളിലാണ് പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം പള്ളികളിൽ കേരളത്തിൽ ഖബർസ്ഥാൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഖബർസ്ഥാനിൽ പോവുക എന്ന് പറയുന്നത് സാധ്യമല്ല. അവരും ഈ പറഞ്ഞതുപോലെ എന്ന മറ്റൊരു ദിവസം ഖബറിന് പോകാം എന്ന് തീരുമാനിക്കുകയുമില്ല. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, മുജാഹിദിനും ജമാഅത്തെ ഇസ്ലാമിക്കും ഖബർ സിയാറത്തേ ഇല്ല എന്ന ആളുകൾ പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. അത് ഒരിക്കലും വസ്തുതാപരമല്ല. ഇതാണ് അതിൻ്റെ വസ്തുത. ഇനി ആരെങ്കിലും ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയുമായ ഒരു സമീപനമല്ല. കാരണം ഖബർ സിയാറത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു സമയത്ത് നിരോധിക്കുകയും മറ്റൊരു സമയത്ത് അനുവദിക്കുകയും ചെയ്യുകയും അതിൻ്റെ ഗുണഫലങ്ങൾ നമ്മളോട് പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ ഖബർ സിയാറത്തിനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ അവരെ കൊണ്ടുപോയി മറവ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് പിന്നൊരു ഖബർ സിയാറത്തിന് സാധ്യത എന്ന് പറയുന്നത്. അതാകട്ടെ മിക്കവാറും മയ്യത്ത് വീട്ടിൽ ചെന്ന് കണ്ട് നമ്മുടെ കാര്യം അന്വേഷിച്ച് നമ്മൾ പോകുന്ന ഒരു സമീപന രീതിയാണ് അവിടെ അവലംബിക്കാറുള്ളത്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ്, അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പലപ്പോഴും മയ്യത്തിനെ പിന്തുടർന്ന് പള്ളിയിലേക്ക് എത്തുകയും മറമടൽ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നത്. വളരെ അടുത്ത ആളുകളായിരിക്കും. പലരും അപ്പോൾ പോലും അവിടെ വരാതെ മയ്യത്ത് നമസ്കരിച്ച ഉടനെ പോകുന്ന ആളുകളെയും നമുക്ക് കാണാം. അപ്പോൾ പിന്നെ ആകെപ്പാടെ ഉള്ള ഖബർ സിയാറത്ത് നടത്തുന്നവരാരാ? ഇനി മഹല്ല് പള്ളിയിൽ തന്നെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, പള്ളിക്കാടുള്ള, ഖബർസ്ഥാനുള്ള, മക്ബറയുള്ള പള്ളിയിൽ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതിൽ നല്ലൊരു ശതമാനം ആളുകളും ജുമാ നമസ്കാരം കഴിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയുന്നതോടുകൂടി പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകും. പിന്നെ ആരാ ഖബർ സിയാറത്തിനുണ്ടാവുക? ജീവിതത്തിലെ എല്ലാ ആഗ്രഹവും തീർന്ന കുറച്ച് കാരണവന്മാർ വീട്ടിൽ ചെന്നിട്ട് വലിയ അത്യാവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരെന്നാൽ പിന്നെ മാതാപിതാക്കളുടെ ഖബറിൽ ഒന്ന് പോയിട്ട് പോകാം എന്ന് വിചാരിച്ച് ഖബറിൽ പോകും. അല്ലാത്തൊരു തീരെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പൊതുവിൽ അതാണ് സംഭവിക്കുന്നത്. ഖബർ സിയാറത്തിനെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ ഒരു സമീപന രീതി അതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ വെള്ളിയാഴ്ച പള്ളിക്കാട്ടിൽ ചെല്ലുന്നതിനേക്കാൾ നല്ലത് മറ്റുള്ള ഏതെങ്കിലും ദിവസം പള്ളിക്കാട്ടിൽ പോകുന്നതാണ്. കാരണം അപ്പോഴാണ് ഒരു മൂകത, ഒരു വിജനത നമുക്ക് പള്ളിക്കാട്ടിൽ ലഭിക്കുള്ളൂ. വെള്ളിയാഴ്ച എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ഈ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടാകും, നമുക്ക് അത്ര ഒരു മൂകതയോ ഒരു ഡംനെസ്സോ ഒന്നും നമുക്ക് അനുഭവപ്പെടില്ല. പള്ളിക്കാടിൻ്റെതായ ഒരു സൈലൻസ് ഉണ്ടാവില്ല. അപ്പോൾ മറ്റൊരു ദിവസം പോകുന്നതാണ് നല്ലത്, പക്ഷെ പോകാറില്ല. ഇനി ഖബർ സിയാറത്തിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാട് എന്താണ്? ഖബർ സിയാറത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്, ഖബർ സിയാറത്തിന് പോകുന്ന ആളുകൾ പോകുന്നത് എന്തിനാണ്? ഒരു സുന്നത്താണ് എന്ന് സാമാന്യ ജനത്തിനൊക്കെ അറിയാം. അവർ പോകുന്നത് ഖബറിൽ ചെന്ന് ഒന്നുകിൽ ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം, അതല്ലെങ്കിൽ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യണം. അതാണ് ഖബർ സിയാറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് സാമാന്യ ജനം മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു വൈകാരിക ബന്ധവും ഉണ്ടാകും. പള്ളിക്കാട്ടിൽ ചെല്ലുമ്പോൾ അവൻ്റെ മാതാവാണ് കിടക്കുന്നത്, തൻ്റെ ഉപ്പയാണ് കിടക്കുന്നത്, അവരുടെ ഒന്നുകിൽ അകാലത്തിലുള്ള മരണമോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പോഴുള്ള ഒരു വൈകാരിക ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും.
അപ്പോൾ അവിടെ നിന്ന് ഒരു ദുആ ചെയ്തൊരു ഫാത്തിഹ ഓതി അല്ലെങ്കിൽ ഒരു യാസീൻ ഓതി ദുആ ചെയ്യുന്ന പ്രവണതയാണ് നമ്മുടെ മുസ്ലിം സാമാന്യ ജനത്തിനിടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ, അപ്പോൾ അവിടെ നിന്ന് കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഫാത്തിഹ ഓതി വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഫാത്തിഹ ഓതി ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ യാസീൻ ഓതി ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന രീതിയാണ് അവിടെ ഉണ്ടാവുക. കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ കബറാണെങ്കിൽ, അഥവാ നമ്മൾ സാധാരണ മക്ബറ എന്നൊക്കെ പറയാറുണ്ടല്ലോ, നമ്മൾ ഈ മക്ബറ എന്ന പ്രയോഗം കബറുള്ള സ്ഥലത്തിന് പറയുന്ന പേരാണ് മക്ബറ എന്ന് പറയുന്നത്. അതിന്റെ ബഹുവചനമാണ് മക്കാബിർ. ഹത്താ സുറുത്തുമൽ മക്കാബിർ എന്നല്ല പറഞ്ഞത് അതിന്റെ ബഹുവചന രൂപത്തിലാണ്. ഈ മക്ബറ എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ കബറായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. മഹാന്മാരുടെ കബറിനെ കുറിച്ചാണ് നമ്മൾ മക്ബറ എന്ന് പറയാറ്. അപ്പൊ അത്തരം സ്ഥലങ്ങൾ യഥാർത്ഥത്തിൽ സാധാരണ കബർ ഇടമുള്ളതിനെയാണ് മക്ബറ എന്ന് പറയുന്നത്, അല്ലാതെ മഹാന്മാരുടെ കബറിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ. അതെന്തുമാകട്ടെ, അങ്ങനെയുള്ള മക്ബറയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക? അവിടെ ഉണ്ടാകുന്നത് ഈ പറയുന്ന പോലെ അവിടെ ആളുകൾ ചെല്ലുന്നത് ഫാത്തിഹ ഓതി അവരോട് കാര്യങ്ങൾ ചോദിക്കാനാണ്, അല്ലെങ്കിൽ യാസീൻ ഓതി പിന്നെ അവരോട് കാര്യങ്ങൾ ചോദിക്കാനാണ്. അപ്പൊ ഈ രണ്ട് സിയാറത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നും അവിടെ ഇല്ല. ഉമ്മാടെ കബറിങ്ങ പോയാൽ പ്രാർത്ഥിച്ച് ഫാത്തിഹ ഓതി ഉമ്മാക്ക് വേണ്ടി അള്ളാഹിനോട് ചോദിക്കും. മക്ബറയിൽ പോയാൽ ഫാത്തിഹ ഓതി ആ കബറിൽ കിടക്കുന്ന ആളോട് ചോദിക്കും. ഇതാണ് വ്യത്യാസം. ബാക്കിയുള്ളവരൊന്നും ഇല്ലെന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. പൊതുവിൽ അതാണ്. അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ നേടിയെടുക്കുക, അവരോട് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ പറയുക, അല്ലെങ്കിൽ അവരുടെ പൊരുത്തം നേടുക, അല്ലെങ്കിൽ അവരുടെ ആശീർവാദം നേടുക. വണ്ടി വാങ്ങി കൊണ്ട് വന്ന് കഴിഞ്ഞാൽ താക്കോൽ കൊണ്ടുപോയി അവരെ മറമാടിയിരിക്കണ കബറിന്റെ മുകളിൽ ഇടുക. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ നടക്കുന്ന ഒരു സംഗതിയാണ്. ഇനി അത് ആർക്കെങ്കിലുമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പലരോട്ടും മുൻനിരയിലൊക്കെ ഒന്ന് കാണും. നേർക്ക് നേരെ നേർദൃശ്യമായിട്ട് കാണാവുന്നേ ഉള്ളൂ. പുതിയ വണ്ടി വാങ്ങിയാൽ താക്കോൽ കൊണ്ടുപോയി അവിടെ ഇടുന്നതൊക്കെ നമുക്ക് നേർക്ക് നേരെ കാണാം. ഇതാണ് അവിടെ നടക്കുന്നത്. പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്താ വിചാരിക്കുക? അവർ വിചാരിക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ പള്ളിക്കാട്ടിലേക്ക് പോയിട്ട് ഇപ്പോൾ ഉമ്മാനോട് ചോദിക്കാനൊന്നുമില്ല, ഉപ്പാനോടും ചോദിക്കാനില്ല, മക്ബറയിലോട്ട് നമ്മൾ പോകാറുമില്ല. പിന്നെ ഒരു ദ്വായാണല്ലോ അവർക്കുള്ളത്. അതിപ്പോൾ വീട്ടിലിരുന്ന് ചെയ്താലും കിട്ടൂലേ, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും അത് കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ പള്ളിക്കാട്ടിലേക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന ചിന്ത അവരെയും വലക്കുന്നുണ്ട്. ഇതാണ് സംഭവിക്കുന്നത്. ഈ എല്ലാ കൂട്ടരെയും വിചാരം എന്താണെന്ന് ചോദിച്ചാൽ, ഖബർ സന്ദർശനം എന്ന് പറയുന്നത് ഖബറാളിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഖബറാളിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. മറിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ടില്ല. കൊടുക്കേണ്ടവർ കൊടുത്തിട്ടില്ല. കൊടുക്കേണ്ടവർ ഖബറാളിയോട് ചോദിക്കാനും ഒക്കെ പ്രമാണം ചമയ്ക്കുന്ന ആളുകളാണ് മുഖ്യധാരയിലെ പല പണ്ഡിതന്മാരും. അപ്പോൾ ഖബർ സിയാറത്ത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, ഖബർ സിയാറത്ത് ഖബറാളിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഖബർ സിയാറത്ത് ഖബറാളിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. അത് ഖബർ സിയാറത്ത് ഖബറാളിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഖബർ സിയാറത്ത് ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ്. കതുകുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ, ഞാൻ നിങ്ങൾക്ക് സിയാറത്ത് നിരോധിച്ചിരുന്നു. സിയാറത്ത് ഞാൻ നിങ്ങൾക്ക് ബാൻ ചെയ്തിരുന്നു ഒരു ഘട്ടം വരെ. ഇപ്പോൾ ഞാനത് അനുവദിക്കുന്നു. അതുകൊണ്ട് വസൂറുഹ, ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഫഇന്നഹാ തുദക്കിറു ബിൽ ആഖിറ, അത് നിങ്ങളെ ആഖിറത്തിനെ ഓർമ്മിപ്പിക്കും, അത് നിങ്ങളെ മരണത്തെ ഓർമ്മിപ്പിക്കും. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം തുർമുദി, നസായി, ഹാക്കിം ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു നബിവചനമാണത്. അത് നിങ്ങളെ പരലോകത്തെ ഓർമ്മിപ്പിക്കും, അത് നിങ്ങളെ മരണത്തെ ഓർമ്മിപ്പിക്കും. വിചാരണയുടെ തുടക്കവും കർമ്മലോകത്തിൻ്റെ ഒടുക്കവുമായ മരണത്തെയും പരലോകത്തെയും ഒക്കെ നിങ്ങളെ ഓർമ്മിപ്പിക്കുമെന്ന്. അതാണ് അതിൻ്റെ ലക്ഷ്യം. ഖബർ സിയാറത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ് നമുക്ക് കിട്ടേണ്ടത്. അത് വേറെ എവിടെ ചെന്നാലും കിട്ടൂല. അതെവിടെ ചെന്ന് അത് കിട്ടണമെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ടവരെ മറവ് ചെയ്തിട്ടുള്ള പള്ളിക്കാട്ടിൽ തന്നെ പോകണം. കാരണം നമ്മുടെ മാതാപിതാക്കൾ അവിടെയാണ് അന്തി ഉറങ്ങുന്നത്, നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാർ അവിടെയാണ് ഉറങ്ങുന്നത്, നമ്മുടെ അനിയന്മാർ അവിടെയാണ്, അകാലത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരന്മാർ അവിടെയാണ് ഉറങ്ങുന്നത്, അകാലത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ ഇണ അവിടെയാണ് ഉറങ്ങുന്നത്, നമ്മുടെ വേണ്ടപ്പെട്ടവരും നമ്മുടെ നാട്ടുകാരും നമ്മുടെ കൂട്ടുകാരും അവിടെയാണ് അന്തി ഉറങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിലുള്ള സിയാറത്ത് കൊണ്ട് മെച്ചം കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ പോകണം. അതല്ലാതെ
നമ്മൾ പള്ളിക്കാട്ടിലേക്ക് പോകുന്നതിന് പകരം അന്യനാട്ടിലേക്ക് ഏതോ മക്ബറകൾ സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന രീതി ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉചിതമല്ല. നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് യാത്രാമധ്യേ എത്തിപ്പെടുന്നു, അവിടെ മഹാനായ ഒരു മനുഷ്യന്റെ മക്ബറയുണ്ട്, ഖബറുണ്ട് എങ്കിൽ നമുക്ക് അവിടെ കയറി ആ മഹാന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അപ്പോഴും മഹാനോട് പ്രാർത്ഥിക്കാൻ പാടില്ല. മഹാനോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയൊക്കെ അവിടെ നടക്കും. ഇസ്ലാമിന്റെ അതിര് പോലും ടിപ്പർ ലോറിയൊക്കെ പുറത്തോട്ട് പോകണില്ലേ, കടയൊക്കെ ഇടിച്ചു പൊളിച്ച് പോകുന്ന പോലെ ഇസ്ലാമിന്റെ അതിരിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സംഭവിക്കുക അത്തരം ഖബറുകളിൽ പോയി ഒരു കാര്യം നമ്മൾ അടിസ്ഥാനപരമായി എൻ്റെ സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത്, മരണപ്പെട്ടു പോയ മനുഷ്യർ അവർ എത്ര വലിയ മഹാന്മാരാണെങ്കിലും, പ്രവാചകന്മാരോളം മഹാന്മാരില്ലല്ലോ, പ്രവാചകനാണെങ്കിൽ പോലും മരണപ്പെട്ടു പോയാൽ അവർക്ക് നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രശ്നവും പരിഹരിക്കാൻ അവരെത്ര വലിയ മഹാന്മാരാണെങ്കിലും ശരി, മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കഴിയില്ല. സാധിക്കാത്ത ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അവരോട് നമ്മൾ ചോദിക്കേണ്ടതുമില്ല, ചോദിക്കുന്നതിലും അർത്ഥമില്ല, ചെയ്തു തരാൻ കഴിയില്ല. 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറയുന്നുണ്ട്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖുത്മീർ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകൾ ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാടയുടെ പോലും ഉടമസ്ഥരല്ല. ഇൻ തദ്ഊഹും, നിങ്ങൾ അവരെ വിളിക്കുകയാണെങ്കിൽ ലാ യസ്മഊ ദുആഉക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേട്ടാൽ തന്നെ മസ്തജാബൂ ലക്കും, നിങ്ങൾക്ക് ഉത്തരം തരാൻ അവർക്ക് കഴിയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ചോദിക്കാൻ പാടില്ലാത്തത് ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം ഈ മരിച്ചുപോയ മനുഷ്യനോട് ചോദിച്ചതിന്റെ പേരിലുള്ള ശിർക്കുണ്ടല്ലോ, ആ പങ്കാളിത്തത്തെ നാളെ പരലോകത്ത് വെച്ച് അവർ നിങ്ങളുടെ മുമ്പിൽ തള്ളിപ്പറയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എത്ര വ്യക്തമാണല്ലോ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹ് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു ചോദിക്കുന്ന ആളുകൾ, രോഗം മാറാൻ, മകളെ കെട്ടിക്കാൻ, കടം തീരാൻ, ജീവിതത്തിലുള്ള അസ്വസ്ഥതകൾ മാറാൻ, പ്രതിസന്ധികൾ പരിഹരിക്കാൻ, ജോലി നേടാൻ, മാരകമായ രോഗങ്ങൾ കടിപ്പെട്ടത് മാറാൻ, വീട്ടിലുള്ള ബലാമുസീബത്തുകളൊക്കെ മാറാൻ എന്നൊക്കെ പറഞ്ഞാണല്ലോ പോകുന്നത്. ആ പോകുന്നവരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ആരെങ്കിലും ഒരാൾ മക്ബറയിൽ പാപം പൊറുക്കാനും പരലോകമോക്ഷത്തിനും വേണ്ടി പോകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. മക്ബറയിൽ പോകുന്ന മുഴുവൻ ആളുകളും പോകുന്നത് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് തന്നെ അതിനകത്ത് വലിയൊരു വൈരുദ്ധ്യമാണ്. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മക്ബറയിൽ ചെന്ന് കാര്യം ചോദിക്കുന്നത്. അല്ലാതെ അവിടെ ചെന്ന് എൻ്റെ പാപം പൊറുക്കണം, എനിക്ക് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കാനുള്ള ആഫിയത്ത് തരണം, നാളെ പരലോകത്ത് സ്വർഗം കിട്ടണം, പടച്ചോന്റെ തൃപ്തി കിട്ടണം എന്നൊന്നും ചോദിക്കാനല്ല. മകളെ കെട്ടിക്കണം, കടം തീരണം, നല്ല ജോലി കിട്ടണം, സമ്പത്തുണ്ടാകണം, ആർഭാടമായി ജീവിക്കണം, വീട്ടിലുള്ള ശല്യങ്ങൾ മാറണം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവരോടാണ് അല്ലാഹ് പറയുന്നത്, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, വിളിച്ചു ചോദിക്കുന്ന ആളുകൾ. ചിന്തിക്കുന്നവർ ഗൗരവമായി ഒന്ന് ചിന്തിക്കണം. അല്ലാഹ് പറയാണ്, മാ യംലികൂന മിൻ ഖുത്മീർ, ഈത്തപ്പനക്കുരുവിന്റെ ഉടമസ്ഥരല്ല, ഈത്തപ്പനക്കുരുവിന്റെ പാടയുടെ പോലും ഉടമസ്ഥരല്ല അവർ. ഈത്തപ്പനക്കുരുവല്ല, ഈത്തപ്പനക്കുരുവിന്റെ പാടയ്ക്ക് പറയുന്നതാണ് കിത്മീർ എന്ന്. ഈത്തപ്പഴം കഴിച്ച നമുക്കറിയാം ആ ഈത്തപ്പനക്കുരുവിന്റെ മുകളിലുള്ള പാട എത്രത്തോളം ഉണ്ട് എന്ന്. വളരെ നിസ്സാരമാണ് ആ പാട. നിർമ്മാണത്തിന്റെ പ്രയാസം വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ മുട്ടുസൂചി എന്നൊക്കെ പറയൂലേ, വലിയ സാധനം ഉണ്ടാക്കാൻ വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയാറില്ല, മുട്ടുസൂചി പോലും ഉണ്ടാക്കാൻ പറ്റില്ല നമ്മൾ പറയാറില്ലേ എന്ന് പറയുന്നത് പോലെ ഖുർആനിന്റെ ഒരു ശൈലിയാണത് ഈത്തപ്പനക്കുരുവിന്റെ. കാരണം അറബികൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള, ഏറ്റവും സിമ്പിളായിട്ടുള്ള, സില്ലി ആയിട്ടുള്ള സംഗതിയാണ് ഈത്തപ്പനക്കുരുവിന്റെ പാട. ആ പാടയുടെ പോലും ഉടമസ്ഥരല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈത്തപ്പനക്കുരുവിന്റെ പാടയുടെ ഉടമസ്ഥനാണോ? മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഈത്തപ്പനക്കുരുവിന്റെ പാടയുടെ ഉടമസ്ഥനാണോ? മമ്പുറം തങ്ങൾ പാടയുടെ ഉടമസ്ഥനാണോ? അതേപോലെ തന്നെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വേറെ കുറെ ആളുകളൊക്കെ ഉണ്ടുള്ള കേരളത്തിൽ. ആ ആളുകൾ ആരെങ്കിലും, ഈ ഭൂമിയിൽ അല്ലാഹു സൃഷ്ടിച്ച ആരെങ്കിലും, പ്രവാചകന്മാരടക്കം ആരെങ്കിലും ഈത്തപ്പനക്കുരുവിന്റെ പാടയുടെ ഉടമസ്ഥരാണോ? അല്ല.
അള്ളാഹ്ക്ക് വേറെ പല രൂപത്തിലും അത് അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നിട്ടും അള്ളാഹ് ഇവിടെ അവതരിപ്പിച്ചതുകൊണ്ടാണ്. ഇവരാരും ഈത്തപ്പനക്കുരുവിന്റെ പാടയുടെ പോലും നിർമ്മാണം സാധ്യമല്ലാത്ത ആളുകളാണ്. അത്രയും നിസ്സഹായരാണവർ. ആ ആളുകളോട് നിങ്ങൾ ചോദിക്കുന്നത് അർത്ഥമില്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. അങ്ങനെ ചോദിക്കുന്നത് തന്നെ അർത്ഥമില്ലാത്തതാണ്. ഇനി നിങ്ങൾ ചോദിക്കുന്നവർ കേൾക്കൂല, കേട്ട തന്നെ അവർക്ക് ഉത്തരം തരാനും പറ്റില്ല എന്നുള്ള എത്ര ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു പ്രപഞ്ചത്തിന്റെ നാഥൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുക? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇനി ആരെങ്കിലും ചെന്ന് അങ്ങനെ ചോദിക്കുക എന്ന് വെച്ചാൽ അത് ആ കിടക്കുന്ന മഹാനോടുള്ള അങ്ങേയറ്റത്തെ അനാദരവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങേയറ്റത്തെ അനാദരവാണ്, അദ്ദേഹത്തിനെ പരിഹസിക്കലാണ്, അദ്ദേഹത്തിനെ കൊച്ചാക്കലാണ്. അത് ആരാണെങ്കിലും, CM വലിയുള്ളയാണെങ്കിൽ, ഈത്തപ്പനക്കുരുവിന്റെ പാടയുടെ ഉടമസ്ഥത ഉണ്ടോ CM വലിയുള്ളക്ക്? ഒരു ഈത്തപ്പനക്കുരുവിടെ പാട ഉണ്ടാക്കാൻ പറ്റുമോ അദ്ദേഹത്തിന്? അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഇനി വെച്ചോ, അതിൻ്റെ താഴെയുള്ള എന്തെങ്കിലും വസ്തു സാധിക്കുമോ ഇവർക്ക് ആർക്കെങ്കിലും? ഇതിന് കഴിവില്ലാത്ത ഒരാളോടും നമ്മളൊന്നും ചോദിക്കാൻ പാടില്ല. അങ്ങനെ കഴിവുള്ള ആരും ഈ ഭൂമിയിൽ അള്ളാഹ് പടച്ചിട്ടില്ല. അതാകെ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത്, ഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. ചോദിച്ചോളൂ, ഞാൻ വളരെ നിയറസ്റ്റ് ആണ് നിങ്ങളോട്, ഞാൻ വളരെ അഡ്ജസന്റ് ആണ്, വളരെ അടുത്താണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. വിത്ത് എ കണ്ടീഷൻ, ഒരു ഉപാധിയുണ്ട്. എൻ്റെ വിളിക്ക് നിങ്ങൾ ആദ്യം ഉത്തരം നൽകണം. ഇത് പലപ്പോഴും നമ്മൾ പറയാറില്ല. എൻ്റെ വിളിക്ക് നിങ്ങൾ ആദ്യം ഉത്തരം നൽകണം. ജീവിതത്തെ നിങ്ങൾ വിധിവിലക്കുകൾക്ക്, എൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമാക്കണം. ചോദിച്ചോളൂ, ഞാൻ വളരെ അടുത്തുണ്ട്, ഞാൻ ഉത്തരം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 187-ാം വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്ര വ്യക്തമാണ് കാര്യങ്ങൾ. അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടതില്ല. ഒന്ന് മാത്രമല്ല, അങ്ങോട്ട് പോയാൽ ഈ പറയുന്ന പോലെ ഒരു മൂകതയൊന്നും അവിടെ ഉണ്ടാവില്ല. അവിടെ ബഹളമയമാണ്. അവിടെ ഒരു ശ്മശാനത്തിൻ്റെതായ, ഒരു മക്കുബറയുടേതായ ഒരു ശാന്തതയും അവിടെ ഇല്ല. അവിടെ ബഹളമയമായിരിക്കും. അവിടെ തിക്കും തിരക്കായിരിക്കും. അവിടെ നടക്കുന്നത് ചൂഷണമാണ്, അവിടെ നടക്കുന്നത് വഴികേടാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകരുത്. ഇത് പറയുമ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് ഇത് പറയുന്നതോടുകൂടി മഹാന്മാരെ ചെറുതാക്കുകയാണ്. മഹാന്മാരെ ചെറുതാക്കുകയല്ല, മഹാന്മാരെ ആദരിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. മഹാന്മാരെ ചെറുതാക്കുന്നത് അവരുടെ അടുത്ത് പോയി നിന്ന് കാര്യം ചോദിക്കുന്ന ആളുകളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് പറയുമ്പോൾ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്, അവർക്ക് പ്രവാചകന്മാരുടെ ഒരു ആദരവില്ല, അവർക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് ഒരു ആദരവില്ല. എല്ലാ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോടൊക്കെ അർഹമായ ആദരവുണ്ട്, പ്രവാചകന്മാരോട് ആദരവുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ആദരവല്ല ഉള്ളത്, അദ്ദേഹത്തിനോട് ആദരവുള്ളതോടൊപ്പം തന്നെ ആ പ്രവാചകന്റെ ജീവിതത്തെ പകർത്താൻ നമ്മൾ ശ്രമിക്കണം. സൂക്ഷ്മവും സ്ഥൂലവുമായ തലങ്ങളിൽ ആ മഹാനുഭാവന്റെ ജീവിതം നമ്മൾ പകർത്താൻ ശ്രമിക്കണം. പക്ഷെ ആ മഹാനുഭാവനോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ല. കാരണം ചോദിക്കേണ്ടതെല്ലാം എല്ലാം കേൾക്കുന്നവനും, എല്ലാം അറിയുന്നവരും, എല്ലാം കാണുന്നവരും, അവസ്ഥാന്തരങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരും, എന്താണ് അവന് നൽകേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവനും, അവൻ അർഹതയുള്ളവനാണോ അല്ലേ എന്നറിയുന്നവനും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ടാണ് അവനോട് ചോദിക്കാവുള്ളൂ എന്ന് പറയുന്നത്. അല്ല നമുക്ക് വേറെ എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടല്ല, നമുക്കൊരു വിരോധം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, ഖബർ സിയാറത്തിന് വേണ്ടി നമ്മൾ എവിടെയും പോകേണ്ടതില്ല. ഖബർ സിയാറത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഉമ്മ മറമാടിക്കിടക്കുന്ന, നമ്മുടെ മാതാപിതാക്കൾ മറമാടിക്കിടക്കുന്ന, നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും മറമാടിക്കിടക്കുന്ന പള്ളിക്കാട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടത്. പള്ളിക്കാട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അവരുടെ ഇന്നലെകളിലെ ചെയ്തികളാണ് നമുക്ക് ഓർമ്മയുള്ളത്. അവരുടെ കർമ്മകാണ്ഡങ്ങളെ കുറിച്ചാണ് നാം കേട്ടിട്ടുള്ളത്, നാം കണ്ടിട്ടുള്ളത്, നമുക്കറിവുള്ളത്. അതുകൊണ്ട് ആ ഖബർസ്ഥാനിലേക്കാണ് പോകേണ്ടത്. ശ്മശാന മൂകത എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ശ്മശാന മൂകത എന്ന് പറയും. ശ്മശാന മൂകത എന്ന് പറഞ്ഞാൽ വെറും ഒരു സൈലൻസ് അല്ല, വെറും ഒരു ഡംനെസ് അല്ല. ശ്മശാന മൂകത എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശ്മശാനം എന്ന് പറയുന്നത് അർത്ഥഗർഭമായ അല്ലെങ്കിൽ വാചാലമായ ശ്മശാന മൂകതയാണ്. വാചാലമായ ശ്മശാന മൂകതയാണ്. നമുക്ക് ഖബർസ്ഥാനുകളിലെ പള്ളിക്കാട്ടിലെ വള്ളിപ്പടർപ്പുകൾക്ക് നമ്മളോട് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പള്ളിക്കാട് എന്ന് പറയുന്നത്, ഖബർസ്ഥാൻ എന്ന് പറയുന്നത് ഒരുപാട് ഉത്ബോധനങ്ങൾ നൽകുന്ന, ഒരുപാട് ഓർമ്മകൾ നമുക്ക് നൽകുന്ന, പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, നമ്മുടെ നിസ്സഹായതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു മിമ്പറാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പള്ളിക്കാട് എന്ന് പറയുന്നത്. നമ്മളത്ര നിസാരമായി സുന്നത്താണല്ലോ എന്നൊന്നും വിചാരിച്ച് അതിനെ ലളിതവൽക്കരിക്കേണ്ടതില്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ മിമ്പറിനപ്പുറമുള്ള മറ്റൊരു മിമ്പർ കൂടിയാണത്. അവിടെ മൂകമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പള്ളിക്കാട്ടിലെ വള്ളിപ്പടർപ്പുകൾക്ക് നമ്മളോട് ഒരുപാട് കഥകൾ പറയാനുണ്ട്. മറമാടിയിട്ടുള്ള ആളുകളുടെ നീളം നിജപ്പെടുത്താൻ വേണ്ടി
നാട്ടിയിട്ടുള്ള മീസാങ്കല്ലുകൾക്ക് നമ്മളോട് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അവിടെ ഖബറിന്റെ തലക്കലും കാൽക്കലും കുഴിച്ചിട്ടിട്ടുള്ള മൈലാഞ്ചി ചെടികൾക്ക് നമ്മളോട് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അവിടെ നട്ടു വളർത്തിയിട്ടുള്ള ചെമ്പരത്തി ചെടികൾക്കും ചെമ്പരത്തി പൂക്കൾക്കും നമുക്കൊരുപാട് ഹൃദയഭേദകമായ കഥകൾ നമ്മളോട് പറഞ്ഞു തരാനുണ്ട്. അവിടെ ഒരുപാട് ആളുകൾ അന്തി ഉറങ്ങുന്നുണ്ട്. തനിക്ക് താൻ പോന്നവനാണെന്ന് വിചാരിച്ച് നടന്നിരുന്ന ആളുകൾ അവിടെ കിടപ്പുണ്ട്. ജീവിതകാലം മുഴുവൻ ചതിക്കുകയും വഞ്ചിക്കുകയും കരാറുകൾ ലംഘിക്കുകയും അനീതി കാണിക്കുകയും ചെയ്ത ആളുകൾ അവിടെ കിടപ്പുണ്ട്. നമുക്ക് പരിചയമുള്ളത് അവരെയാണ്. നമുക്കോർമ്മയുള്ളത് അവരുടെ കഴിഞ്ഞകാല കർമ്മകാണ്ഡങ്ങളെയാണ്. അതുകൊണ്ട് അവരെയാണ് നമ്മൾ ഓർക്കേണ്ടത്. തിരിഞ്ഞിട്ടും പലതും തിരിയാതെ നടന്നവർ അവിടെ കിടപ്പുണ്ട്. ലക്ഷങ്ങൾ ഉണ്ടായിട്ടും സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ അവിടെ കിടപ്പുണ്ട്. തട്ടി വീഴുമ്പോൾ പോലും പടിഞ്ഞാട്ട് വീഴാത്ത ആളുകളും അവിടെ അന്തി ഉറങ്ങുന്നുണ്ട്. കച്ചവടത്തിൽ സത്യസന്ധത പാലിക്കാത്തവനും അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. പണം എത്രയാണെങ്കിലും എങ്ങനെയാണെങ്കിലും പണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചവൻ ആ പള്ളിക്കാട്ടിൽ കിടപ്പുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ മൈലാഞ്ചി ചെടി നിൽക്കുന്നത്. അതിൻ്റെ മുകളിലാണ് ഈ ചെമ്പരത്തി ചെടി നിൽക്കുന്നത്. അതിൻ്റെ മുകളിലാണ് ഈ പള്ളിക്കാട്ടിലെ വള്ളിപ്പടർപ്പുകൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. അവരുടെ കഥകൾ നമ്മളോട് ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് നമ്മൾ പള്ളിക്കാട്ടിൽ ചെന്ന് നിന്ന് ഒരു 10 മിനിറ്റ് ചുറ്റും നോക്കുക. 10 മിനിറ്റ് ചുറ്റും നോക്കുക. ചുറ്റും നോക്കുമ്പോൾ ഈ ചെടികളെല്ലാം നമ്മളോട് മന്ത്രിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ഈ 6 അടി മണ്ണിൻ്റെ താഴെ കിടന്ന ആളുകളെക്കുറിച്ച് നമുക്കറിയാം. നമസ്കരിക്കാതെ നടന്നവർ, മദ്യപിച്ച് ജീവിച്ചിരുന്നവർ, വാക്കുകൾ മാറ്റി പറഞ്ഞവർ, തനിക്ക് താൻ പോന്നവനാണെന്ന് വിചാരിച്ച് നടന്ന ആളുകൾ എല്ലാം അവിടെ കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് ആലോചിക്കുക, എത്ര നിസ്സഹായരാണ് നമ്മൾ. അവർ എത്ര നിസ്സഹായരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പള്ളിക്കാട്ടിൽ ചെന്ന് നിന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ പറഞ്ഞ ആളുകളൊക്കെ അവിടെ ഉണ്ടല്ലോ. ഇനി ഒരു മൊട്ടുസൂചി പോലും എടുത്തു മാറ്റി ഒരു നന്മ നേടാനുള്ള അവസരം അവർക്കില്ല. നഷ്ടപ്പെട്ടു പോയി. ഇനി അവരുടെ മുമ്പിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. തങ്ങൾ നീണ്ട 60 കൊല്ലം, 70 കൊല്ലം, 75 കൊല്ലം, 55 കൊല്ലം ചെയ്ത മുഴുവൻ കർമ്മങ്ങളുടെയും സൂക്ഷ്മവും സമഗ്രവുമായ വിചാരണക്ക് നിന്നുകൊടുക്കുക എന്നത് മാത്രമാണ് അവരുടെ മുമ്പിൽ അനന്തരമായി നിൽക്കുന്നത്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, എനിക്കിനിയും അവസരമുണ്ട്. അതുകൊണ്ട് ജീവിതം ഒന്ന് നന്നാക്കണം. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് പരമാവധി വിധേയമാകാൻ നോക്കണം. അഹങ്കാരം ഒന്ന് മാറ്റിവെക്കണം. ഒരു വിനയ സ്വഭാവമൊക്കെ ജീവിതത്തിൽ കാണിക്കണം. ഒരു വിട്ടുവീഴ്ചയൊക്കെ ജീവിതത്തിൽ മനുഷ്യരോട് കാണിക്കണം എന്നവിടെ നിന്ന് ചിന്തിക്കാൻ കഴിയും. അതാണ് ഖബർ സിയാറത്ത്. ആ കൂട്ടത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതല്ലാതെ സിയാറത്തിൻ്റെ ലക്ഷ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലല്ല. സിയാറത്തിൻ്റെ ലക്ഷ്യം നമുക്ക് വേണ്ടി ആലോചിക്കലാണ്. ഞാൻ പറഞ്ഞ കഥകൾ കേൾക്കാൻ നിന്നുകൊടുക്കലാണ്. നമ്മെ ദുനിയാവ് വല്ലാണ്ട് അലട്ടുന്നുണ്ട്. അറ്റമില്ലാത്ത ആഗ്രഹങ്ങളുടെയും ഒടുങ്ങാത്ത മോഹങ്ങളുടെയും സാക്ഷാത്കരിക്കാനാകാത്ത സ്വപ്നങ്ങളുടെയും പുറകിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓടുന്നതിൻ്റെ ഭാഗമായി നമ്മൾ രാവിലെ മുസ്ലിമായി സുബഹി നമസ്കരിച്ച് പുറത്തിറങ്ങുമ്പോൾ വൈകുന്നേരം കാഫറായിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ വരുന്നത്. വൈകുന്നേരം മുസ്ലിമായ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വീണ്ടും കാഫറാവുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറൻ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ യബിഅ ദീനഹു ബിഅർദിൻ മിനദ് ദുനിയ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി കൈയൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വിഭാഗമാണ്. അല്ലാതെ മതം മാറുന്ന ആളുകളെ കുറിച്ചല്ല പറയുന്നത്. സാമ്പത്തികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൈയൊഴിയുക, അതിലൂടെ കാഫറായി പോവുക, അതിലൂടെ നിഷേധിയായി പോവുക. കാരണം എല്ലാ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും അറിയാം, എന്നിട്ടും നിന്നുകൊടുക്കുക. അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ പറഞ്ഞത്, അറ്റമില്ലാത്ത ആഗ്രഹങ്ങൾ, ഒടുങ്ങാത്ത മോഹങ്ങൾ, സാക്ഷാത്കരിക്കാനാകാത്ത സ്വപ്നങ്ങൾ, ഇതൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ നടക്കുന്നത്. നമുക്കൊരു 5 ജന്മം കിട്ടിയാലും സാക്ഷാത്കരിക്കാൻ പറ്റാത്ത മോഹങ്ങളായിട്ടാണ് നമ്മൾ നടക്കുന്നത്. എല്ലാറ്റിനും വേണ്ടതെന്താണ്? സമ്പത്താണ്. ആ സമ്പത്ത് എങ്ങനെയും ഉണ്ടാക്കുക എന്നതാണ് പുതിയ കാലത്തെ അജണ്ട. ആ അജണ്ടക്ക് ഒരു സത്യവിശ്വാസി നിന്നുകൊടുത്താൽ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മൾ എന്തായി മാറും? കാഫിറായി മാറും. മുസ്ലിമായി പോയി കാഫിറായി തിരിച്ചു വരിക, മുസ്ലിമായി ഇറങ്ങിപ്പോയി കാഫിറായി വൈകുന്നേരം തിരിച്ചു വരുന്ന ഒരു അവസ്ഥാവിശേഷത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയില്ല.
അപ്പം അതുകൊണ്ട് അതിനൊക്കെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഖബർ സിയാറത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വെള്ളിയാഴ്ചകളിലല്ലാത്ത ദിവസം, വെള്ളിയാഴ്ചകളിൽ നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാകാം, വെള്ളിയാഴ്ചകളിലല്ലാത്ത ദിവസം നമ്മൾ സമയം കിട്ടുമ്പോൾ നമ്മളൊന്ന് പള്ളിക്കാട്ടിലേക്ക് ചെല്ലുക. എന്നിട്ട് ശാന്തമായി ചെന്നപാടെ അവിടെ നിന്നൊരു ഫാത്തിഹ ഓതി അല്ലെങ്കിൽ ഒരു യാസീൻ ഓതി തിരിച്ചു പോരുക എന്നതല്ല. അവിടെ നിന്ന് നമ്മളൊന്ന് ആലോചിക്കണം, എൻ്റെയും ഗതി ഇതാണ് എന്ന് നമുക്ക് ഓർമ്മയുണ്ടാകണം. അവരൊക്കെ നിസ്സഹായരായിപ്പോയി. ഇതേ നിരന്ന് കിടക്കുകയാണ്, പള്ളിക്കാട്ടിൽ നിരന്ന് കിടക്കുകയാണ്. മൈലാഞ്ചി ചെടികൾ അതിൻ്റെ മുകളിലുണ്ട്, അതുപോലെ തന്നെ ചെമ്പരത്തി ചെടികൾ അതിൻ്റെ മുകളിലുണ്ട്. ഇനി അവർക്ക് അവസരങ്ങളില്ല. എനിക്കിനി അവസരമുണ്ട്, അതെപ്പോൾ അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പരമാവധി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനായി ജീവിക്കുക എന്നാണ്, സത്യസന്ധനായി ജീവിക്കുക എന്നതാണ്, നീതിബോധമുള്ളവനായി ജീവിക്കുക എന്നതാണ്, വിശ്വസ്തനായി ജീവിക്കുക എന്നതാണ്. അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കാൻ നമ്മെ അത് പ്രേരിപ്പിക്കും. ഇത് പറയുമ്പോൾ, ഈ ഖബർ സിയാറത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗുണഫലം പറയുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം മാധ്യമ ദിനപത്രത്തിൽ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കോളമിസ്റ്റ് ഹുംറ ഖുറൈശി, അവർ മാധ്യമത്തിൽ എഴുതിയ ഒരു ലേഖനത്തിൽ കോളമിസ്റ്റും എഴുത്തുകാരനും നോവലിസ്റ്റും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരനും MP-യും ഒക്കെ ആയിരുന്ന, മുൻ MP-യും ഒക്കെ ആയിരുന്ന ശ്രീ ഖുശ്വന്ത് സിംഗിനെ കുറിച്ച് അവർ ഒരിടത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഖുശ്വന്ത് സിംഗ് പറഞ്ഞതായിട്ട് അവർ ആ ലേഖനത്തിൽ, ആ കോളത്തിൽ പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഖുശ്വന്ത് സിംഗ് നല്ലൊരു മനുഷ്യനായിരുന്നു, എഴുത്തുകാരനായിരുന്നു, അറിയപ്പെടുന്ന എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം പറയുകയാണ്, മനസ്സ് വിഷമിക്കുകയോ എന്തെങ്കിലും ഭാരം തോന്നുകയോ ചെയ്യുമ്പോൾ ഞാൻ ശ്മശാനങ്ങളിലേക്ക് പോകുമായിരുന്നു. ആ സന്ദർശനം വഴി ഉള്ളം ശുദ്ധീകരിക്കപ്പെടുന്നതായി എനിക്ക് തോന്നിയിരുന്നു. എന്നിൽ അതൊരു ചികിത്സയായി വർത്തിച്ചു. ഞാൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്, പക്ഷേ പുനർജന്മ സിദ്ധാന്തങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഇതാണ് ഖുശ്വന്ത് സിംഗ് പറഞ്ഞത്. അദ്ദേഹത്തിന് പുനർജന്മ സിദ്ധാന്തങ്ങളിലൊന്നും വിശ്വാസമില്ല. പുനർജന്മം എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം ഏതെങ്കിലും അർത്ഥത്തിലുള്ള മറ്റൊരു ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ള പരലോക നിഷേധിയുടെ, പരലോകത്തിൽ വിശ്വസിക്കാത്ത ഒരു മനുഷ്യന് പോലും ഖബർ സിയാറത്ത്, ശ്മശാന സന്ദർശനം എന്ന് പറയുന്നത് ഉള്ളം ശുദ്ധീകരിക്കാൻ ഉപകാരപ്പെടുമെങ്കിൽ, വളരെ സമഗ്രവും സൂക്ഷ്മവുമായ ഒരു വിചാരണാ ലോകത്തെക്കുറിച്ച് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഖബർ സിയാറത്ത് എത്രമാത്രം ഉപകാരപ്പെടും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴുമൊക്കെ, മാസത്തിൽ ഒരിക്കലെങ്കിലും, ആരോടും പറയാതെ നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിച്ചു കിടക്കുന്ന മക്ബറയിൽ ചെന്ന്, നമ്മുടെ വേണ്ടപ്പെട്ട ആളുടെ അടുത്ത് ചെന്ന് നിൽക്കുന്നതിനപ്പുറം ആ പള്ളിക്കാടിൻ്റെ മറവ് ചെയ്ത പരിസരത്ത് നിന്നാലും മതി. നമ്മൾ ഉമ്മാക്ക് പ്രാർത്ഥിക്കാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും കിട്ടും. അങ്ങനെയുള്ള റബ്ബിനോടാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതല്ല മുഖ്യമായ ലക്ഷ്യം. അതതിൻ്റെ ചെല്ലുമ്പോഴുള്ള അടുത്ത നടപടിക്രമമാണ്. ആദ്യത്തെ നടപടിക്രമം നമ്മൾ ആലോചിക്കുക, നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക, എൻ്റെ ഗതി ഇതാണ്. അതുകൊണ്ട് ജീവിതത്തെ നന്നാക്കേണ്ടതുണ്ട്. ഒരുപാടുകൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, പശ്ചാത്തപിക്കേണ്ടതുണ്ട്. ശരിയായ ദിശയിൽ ഇനി അങ്ങോട്ട് സഞ്ചരിക്കണം. ഈ കിടക്കുന്ന ആളുകളൊക്കെ പലതും ചെയ്തിട്ടുണ്ട്. സംഭവമായിരുന്നു, അവർ ജഗജില്ലന്മാരായിരുന്നു, പലരും ചെയ്തിരുന്നു. പലതും അവരോട് പറഞ്ഞിട്ട് പലതും അവർ കേട്ടിട്ടില്ല. തിരിഞ്ഞിട്ടും തിരിയാത്ത മാതിരിയാണ് അവർ നടന്നത്. അവരൊക്കെ ഇവിടെ കിടക്കുകയാണ്. ഇനിയൊരു മുട്ടുസൂചിക്ക് പോലും ഇടമില്ല അവർക്ക്. പക്ഷേ എനിക്കിടമുണ്ട്. അതുകൊണ്ട് ആ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ അത് പ്രേരിപ്പിക്കും. അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ നമ്മൾ പോവുക, ആ പുണ്യം നേടിയെടുക്കുക. ജീവിതത്തെ ശുദ്ധീകരിക്കാനുള്ള ചിലവില്ലാത്ത ചികിത്സയാണത്. ചിലവില്ലാത്ത ചികിത്സയാണത്. ഇദ്ദേഹത്തിന് പോലും, ഖുശ്വന്ത് സിംഗിന് പോലും അതൊരു ചികിത്സയായിട്ട് തോന്നുന്നുവെങ്കിൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ചിലവില്ലാത്ത ചികിത്സയാണ്. ആ ചികിത്സ, ചിലവില്ലാത്ത ചികിത്സ ഇടക്കിടക്കൊക്കെ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചാമ്പുരാൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാർക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.